ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു കുക്ക് വിത്ത് ജ്വൽ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പച്ചമുന്തിരി വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 3 ഡേയ്സും കൊണ്ട് അല്ലെങ്കിൽ 4 ഡേയ്സും കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വൈൻ റെസിപ്പിയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളും അഭിപ്രായം പറയണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പച്ചമുന്തിരി വൈൻ ഉണ്ടാക്കാനായിട്ട് ഇവിടെ സീഡ്ലെസ് പച്ചമുന്തിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുന്തിരി എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം വേണ്ടത്. ഞാനിവിടെ 300 ഗ്രാം പച്ചമുന്തിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം എടുത്തിരിക്കുന്നത് 5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി ഗ്രാമ്പു വേണം, അതൊരു 3 ഗ്രാമ്പു മതി. അതുപോലെ ഞാൻ കാണിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ വെച്ചു എന്നേ ഉള്ളൂ. അതുപോലെ 3 ഏലക്ക വേണം. കറുകപ്പട്ടയും ഈ പറയുന്ന പോലെ തന്നെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട മതി കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പാണ്. നുറുക്ക് ഗോതമ്പ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ പട്ടയും ഗ്രാമ്പും ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ 3/4 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പച്ചമുന്തിരി വൈൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. 5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എത്രയാണോ മുന്തിരി അതിൻ്റെ ഇരട്ടി വെള്ളം. ഇനി നമുക്ക് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇവിടെ 3/4 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റ് ഒരളവാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ എല്ലാം ഒരു കറക്റ്റ് അളവായിട്ട് വരും. അപ്പോൾ ഇതേ സ്റ്റൈലിൽ നിങ്ങൾക്ക് മുന്തിരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ തന്നെ പാകത്തിന് ബാക്കിയെല്ലാം എടുത്താൽ മതി. പഞ്ചസാര അലിഞ്ഞു വരുന്ന ശേഷം നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുന്തിരി നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയെടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ മഞ്ഞളിലും അതുപോലെ വെള്ളത്തിലും ചൂടുവെള്ളത്തിലും ഇട്ടത് 2-3 പ്രാവശ്യം കഴുകിയ ശേഷം വേണം ഈ മുന്തിരി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളിൽ നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുന്നത് മുന്തിരി. ഇനി ഈ മുന്തിരി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരത്തോളം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ മുന്തിരി പതിയെ ഓരോന്നായിട്ട് പൊട്ടി വരും. അപ്പോൾ പൊട്ടി വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ മുന്തിരി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇത് പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ മൂടി വെച്ചും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് വെന്ത് അതൊന്ന് പൊട്ടി വരുന്നതാണ് ഇതിൻ്റെ പാകം. അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പട്ടയും അതുപോലെ ഗ്രാമ്പും ഏലക്ക കൂടി പൊടിച്ചതാണിത്. അപ്പോൾ നമുക്ക് ചിലർക്ക് ഈ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി. 3 ഗ്രാമ്പും 3 ഏലക്ക 1 പട്ട, അതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. ഈ ഒരു ഇതുണ്ട്. ഇനി നമുക്കത് ഇത് നല്ലതുപോലെ തിളച്ച് പൊട്ടി വന്നിട്ടുണ്ട്. അത് ചൂടാറി കഴിയുമ്പോൾ അതിൽ മുന്തിരി മാത്രം നമുക്ക് എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മിക്സിയുടെ ജാറിലെടുത്ത് അതൊന്ന് അരഞ്ഞു പോകരുത്, ഒന്ന് കറക്കി ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു പാകം. അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് കഴുകി വൃത്തിയാക്കി വെയിലത്ത് ഉണക്കി വെച്ചിരിക്കുന്നത് ചില്ലുകുപ്പിയാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ ഭരണിയോ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം മുന്തിരി ആ വേവിച്ചെടുത്ത വെള്ളമില്ലേ, ആ ഒരു ജ്യൂസാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുകളിലേക്ക് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ആ മുന്തിരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരി ഒത്തിരി അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി, അതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ജ്യൂസ് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് വലിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നുറുക്ക് ഗോതമ്പാണ്. മുഴുവൻ ഗോതമ്പായാലും കുഴപ്പമില്ല. നുറുക്ക് ഗോതമ്പാകുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് മാത്രം നുറുക്ക് ഗോതമ്പ് ചേർത്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീര്യം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഗോതമ്പ് ചേർത്താൽ മതി കേട്ടോ. അതുപോലെ കൂടുതൽ ദിവസവും വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വീര്യം വരും. ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റ് ഇവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 2ാമത്തെ ദിവസം മതി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അത് നല്ല മരത്തവി ഉപയോഗിച്ച് ഇളക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്റ്റീൽ തവിയാണ്. അപ്പോൾ ഏത് തവിയാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ അത് നല്ലതുപോലെ കഴുകി ഉണക്കി വൃത്തിയാക്കിയ തവി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതായത് ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ 2ാമത്തെ ദിവസം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4ാമത്തെ ദിവസം അത് നമുക്ക് വീര്യത്തിനനുസരിച്ച് 3 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ വൈൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു 4 ദിവസം, കാരണം ഒരു കുറച്ച് വീര്യം വരാനായിട്ട് 1 ദിവസം കൂടെ വെച്ചു. അപ്പോൾ വീര്യം കൂടേണ്ടതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ദിവസം വയ്ക്കാം കേട്ടോ. പിന്നെ ഇതിന് ആവശ്യത്തിന് നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് വേറെ എക്സ്ട്രാ മധുരം ചേർക്കണ്ട. തടിത്തവി ഉപയോഗിച്ചാണ് ഇത് വൈൻ ഇട്ടതിന് ശേഷം ഇളക്കാൻ നല്ലത്. അതുപോലെ തന്നെ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 2 പ്രാവശ്യം ഇളക്കി കൊടുത്താൽ മതിയാവും. അതായത് ഒന്ന് 2ാമത്തെ ദിവസവും പിന്നെ 4ാമത്തെ ദിവസമാണ് എടുക്കുന്നതെങ്കിൽ 4ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം. അപ്പോൾ ഇതാ 4ാമത്തെ ദിവസം ഞാനിവിടെ എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പിശിയുടെ എല്ലാം തന്നെ മുകളിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. താഴേക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ചെറിയ ഗ്രീൻ കളറിൽ നമ്മുടെ വൈൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കറക്റ്റാണോ എന്ന് നോക്കാമല്ലോ, നമുക്കൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നല്ല രുചിയുള്ള വൈനായതുകൊണ്ട് തുറക്കുമ്പോൾ തന്നെ നല്ല പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ആ പച്ചമുന്തിരിയുടെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു വൃത്തിയുള്ള തുണിയോ ഒരു വെള്ള തുണിയോ വെള്ള തോർത്തോ വെച്ചിട്ട് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയായാലും മതി, നമുക്ക് അരിച്ചെടുക്കാം. ശരിക്കും 10-41 ദിവസത്തെ വൈൻ കിട്ടുന്ന അത് വേറൊരു സ്വാദാണ്. കുറച്ചും കൂടെ വീര്യം കൂടും. ഇത് വീര്യമുണ്ട്, പക്ഷെ കൊച്ചു കുട്ടികൾക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ടൈപ്പായിട്ടുള്ള ഒരു വൈനാണ് കേട്ടോ. അത് 3-4 ദിവസം കൊണ്ട് വലിയ വീര്യമൊന്നും വയ്ക്കില്ല. അപ്പോൾ വീര്യം വേണമെന്നുള്ളവർക്ക് കുറേ ദിവസം, അതായത് 4-5 ദിവസം അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വീര്യം വരികയും ചെയ്യും. അതുകൊണ്ട് നല്ലപോലെ വീര്യം വേണമെന്നുള്ളവർക്ക് കൂടുതൽ നുറുക്ക് ഗോതമ്പോ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതാ നമ്മുടെ വൈൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല മധുരമുണ്ട് വൈനിന്, നല്ല രുചിയുണ്ട്. പിന്നെ ഏലക്കയുടെയും ഗ്രാമ്പൂൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലും എല്ലാം വരുന്നുണ്ട്. ചെറിയൊരു ഗ്രീനിഷ് കളറും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമല്ലേ. അപ്പോൾ ഇതേ സ്റ്റൈലിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പച്ചമുന്തിരി കൂടുതൽ വാങ്ങുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇരട്ടി എടുത്താൽ മതി. ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വൈനാണ്, നല്ല രുചിയുള്ള വൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചമുന്തിരി വൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 4 ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. എന്നിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.